ഹായ് ഗൈസ്, അപ്പോൾ നവാഗത സംവിധായകന ശരൺ വേണുഗോപാലിൻ്റെ രചനാ സംവിധാനത്തിൽ ഇന്ന് പുറത്തിറങ്ങിയ ചിത്രമാണ് നാരായണിയുടെ 3 ആൺമക്കൾ. ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ നാരായണി എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ 3 ആൺമക്കൾ ആയ നമ്മുടെ കഥാപാത്രം ചെയ്തിരിക്കുന്ന സുരാജേട്ടൻ, അലൻസിയർ, പിന്നെ ജോജു ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തിരിഞ്ഞ ചിത്രമാണിത്. അപ്പോൾ ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് നാരായണി എന്ന് പറഞ്ഞ് വയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ 3 മക്കൾ, അവർ തമ്മിലുണ്ടാകുന്ന കുറച്ച് സംഘർഷങ്ങൾ, കാര്യങ്ങളെല്ലാം കുറേ നാൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ആണ് സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും അതല്ലാതെ പല കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പൊളിറ്റിക്സ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു നാട്ടിൽ നിന്നുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ കുറേ കാര്യങ്ങളെല്ലാം, ഇതുവരെ മാറ്റം വരാത്ത ചിന്താഗതിയുള്ള കുറേ ആളുകളുടെ കാര്യങ്ങൾ എന്നിവയെല്ലാം പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണിത്. ഇത് മെയിനായിട്ടുള്ള കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഇവർ കൂടാതെ 2 മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ളവരാണ്. നമ്മുടെ ആനന്ദം സിനിമയിലെ ഫെയിമായിട്ടുള്ള തോമസ് മാത്യു, പിന്നെ പുതിയതായിട്ട് മറ്റ് സിനിമകളിൽ കണ്ടുപരിചയമില്ലാത്തൊരു പുതിയൊരു ന്യൂ ഫേസാണ്. എന്നിരുന്നാലും 2-3 പടങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത്. ഗാർഗി ആനന്ദൻ എന്നാണ് അവരുടെ പേര്. അതിഗംഭീരമായിട്ടുള്ളൊരു ബോൾഡായിട്ടുള്ള പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവരിതിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ സിനിമകളെല്ലാം അവർ ചെയ്തിരിക്കുന്നതെല്ലാം അവാർഡ് വിന്നിങ് സിനിമകളാണെന്നാണ് ഞാൻ കണ്ടത്. ഒരു നാടക നടിയും ആളുകൾക്കെല്ലാം തിയേറ്ററിക്കൽ ക്ലാസ്സസ് എല്ലാം എടുക്കുന്ന ആളാണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു അയാം കാതലൻ സിനിമയിൽ നടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാരിയുടെ മുഖത്തോട് സാമ്യം തോന്നുന്നൊരു മുഖമാണിത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അവരാണ് ഇതിൽ നടിയെന്ന്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കുണ്ട്. പിന്നീട് മെയിനായിട്ട് എടുത്തു പറയാനുള്ളതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാമാണ്. അതിസിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വരുന്നത്. കുറേ സീനുകളൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ ഇല്ല. ഇവർ തമ്മിലുള്ള സംസാരം കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. ഒരു മെയിനായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഇമോഷൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണക്റ്റ് ആവുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. പുള്ളിക്കാരൻ്റെ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അപ്പു പ്രഭാകർ. അപ്പോൾ ഇതിൽ നൈറ്റിൽ വരുന്ന ഷോട്ടുകളെല്ലാം എടുത്തിരിക്കുന്നതെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ഒരു ഷോട്ട് നമുക്ക് ഈ ഷോട്ട് വേണ്ടായിരുന്നു, അങ്ങനെ ഇത് കൊള്ളില്ലായിരുന്നു എന്ന് പറയാനുള്ള രീതിയിലുള്ള ഒരു ഷോട്ട് പോലും ഈ സിനിമയിലില്ല. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. മെയിനായിട്ടുള്ള കഥയ്ക്ക് എന്താണ് ആവശ്യമുള്ള ആ എല്ലാ രീതിയിലും ഈ സിനിമയിൽ വേണ്ട ക്യാരക്ടേഴ്സ്, വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് സിനിമയിലുള്ളൂ. എന്നിരുന്നാലും ആ കുടുംബത്തോട് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമായതുകൊണ്ട് അവർ തമ്മിലുള്ള ഇമോഷൻ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ അവർ വളരെ നല്ല രീതിയിൽ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കും സിനിമയെ പറ്റി. ഞാൻ പടം കണ്ടു പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ അവിടെ പുറത്ത് നിൽക്കുന്ന ഒരാളോട് പറയണ്ട ഈ പടവും കൊള്ളിലുള്ളൂ, ഭയങ്കര ലാഗാണെന്നൊക്കെ. പക്ഷേ പലർക്കും പല രീതിയിലായിരിക്കും സിനിമ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഈ ഫാമിലി ഡ്രാമ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പുതിയൊരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ പുതിയൊരു അപ്രോച്ചിലാണ് ഈ സിനിമ അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ചിലവർക്ക് ഇഷ്ടമാവണമെന്നില്ല. ഒരു കുടുംബം അവർക്ക് ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ ഒരു രീതിയിലും കൂടി അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ഇപ്പോഴും നിൽക്കുന്ന ജാതി അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൽ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി വരും തലമുറകൾക്കെല്ലാം മാറി ചിന്തിക്കാൻ ഇടയുണ്ടാവട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള കഥ പറച്ചിൽ രീതിയാണ് ഈ സിനിമയിൽ അവർ ചെയ്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണിത്. കാരണം മെയിനായിട്ട് ഇത് കിഷ്കിന്ധകാണ്ഡം അല്ലെങ്കിൽ രോമാഞ്ചം എന്ന സിനിമയുടെ ആൾക്കാരെല്ലാമാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് സിനിമ കാണാൻ പോകാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം. അപ്പോൾ ഒട്ടും നിരാശപ്പെടുത്താതെ വളരെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട്, സ്ലോ പേസ്ഡ് ആണെങ്കിലും എൻഗേജിങ് ആയിട്ട് ഓരോ സീനും വൃത്തികേടും നമുക്ക് തോന്നാത്ത രീതിയിൽ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ജോജു ജോർജിൻ്റെ എല്ലാ പ്രകടനം നമുക്ക് എല്ലാ സിനിമയിലും കാണുന്ന പോലെ രീതിയിലും കാണാൻ പറ്റുന്നതാണ്. സുരാജേട്ടൻ്റെ പല സീനുകളുണ്ട്. ഇതിൽ ലാസ്റ്റ് വരുന്തോറും സുരാജേട്ടൻ്റെ കുറച്ച് ഇമോഷണൽ കുറച്ച് സീനുണ്ട്. അമ്മയായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഡയലോഗുകൾ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം കണ്ണുകൾ കൊണ്ടുള്ള കുറേ അഭിനയ രംഗങ്ങളാണ്. അതെല്ലാം വളരെ നല്ല രീതിയിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. അലൻസിയർ ആണെങ്കിലും പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന 2 മെയിൻ കഥാപാത്രങ്ങളാണെങ്കിലും അലൻസിയറിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആളും നമ്മുടെ സുരാജേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിച്ച മിന്നൽ മുരളിയിലെ വില്ലൻ്റെ നായികയായിട്ട് അഭിനയിച്ച ഷെല്ലി കിഷോർ എന്നാണ് അവരുടെ പേര്. അവർക്കധികം ഡയലോഗുകൾ കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും കിട്ടിയ റോളെല്ലാം അതിഗംഭീരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.